ഹലോ ഓൾ വെൽക്കം ടു മിനിമലിസ്റ്റ് ട്രഫു ബൈ ശ്രീദേവി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മെഴുക്ക് പുരട്ടി ആയിട്ടാണ്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന രീതി ആയിരിക്കും തോന്നുന്നു. എന്നാലും എൻ്റെ ഒരു സിമ്പിൾ ആൻഡ് ഈസി കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനൽ മിനിമലിസ്റ്റ് ട്രഫു ആയതുകൊണ്ട് തന്നെ മിനിമലായ രീതിയിൽ നമ്മുടെ കയ്യിൽ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസോടു കൂടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. സോ എല്ലാവരുടെ വീട്ടിലും കോവയ്ക്ക എന്ന് പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് തീർച്ചയായും അറിയാമായിരിക്കും. പ്രത്യേകിച്ച് ഡയബറ്റിക്സ് പേഷ്യൻസ് ഒക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു മെഴുക്ക് പുരട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് കോവയ്ക്ക നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിലോട്ട് നമുക്ക് കിടക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര മിനിമലാണ്. ഞാൻ ഇവിടെ ഒരു 1.5 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. 1.5 വെല്ലുള്ളി ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. കുറച്ച് കറിവേപ്പില. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കപ്പലമുളകാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ റെഡ് ചില്ലി. അത് ജസ്റ്റ് ഞാൻ ക്രഷ് ചെയ്തെടുത്തു. നിങ്ങളുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇൻ കേസ് ഇതിനൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 or 4 പച്ചമുളക് എടുക്കാം. ഇതിന് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകും എടുക്കാം. അത് നിങ്ങളെ വീട്ടിലെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇതെടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫ്ലേവർ ഈ വെളിച്ചെണ്ണ കിടന്ന് ഇങ്ങനെ ആവുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രഷ്ഡ് ചില്ലി എടുത്തത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോവയ്ക്ക. ഈ കോവയ്ക്ക എന്ന് പറയുന്നത് ഞാൻ ഒരു വലിയ കോവയ്ക്ക് ജസ്റ്റ് 4 പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടു. നമുക്കപ്പോൾ എങ്ങനെ കുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അപ്പം ഇതൊന്ന് കാഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വെല്ലുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ നമ്മുടെ ഇത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നന്നായിട്ട് ഇത് നമുക്കിതുപോലെ നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണേൽ കുറച്ചൊന്ന് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാണ്. ഇത് ജസ്റ്റ് ഒന്ന് സോട്ടായി ട്രാൻസ്പെറൻ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉള്ളി ഏകദേശം സോട്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളി ഇങ്ങനെ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലീസ് ആഡ് ചെയ്യാം. ക്രഷ്ഡ് ചില്ലീസ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഈ സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ്ഡ് ചില്ലീസൊക്കെ പാടി ഒന്ന് ജസ്റ്റ് സോട്ടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. ഓക്കെ, വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കണം. നമുക്ക് ഏകദേശം ഞാനൊരു 2 to 3 minutes ഇതൊന്ന് സോട്ട് ചെയ്തു. ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. ഇത്രയും മതിയാവും. ജസ്റ്റ് ആ ഒരു ഉള്ളി എണ്ണ അതിൽ ഇതായിരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിലാവട്ടെ. ശേഷം നമുക്ക് നമ്മുടെ കോവയ്ക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണേൽ ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അത് തികച്ചും ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെറിയൊരു രീതിയിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ് ചെറുതായിട്ട്. നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും അതിലൊരു തുള്ളി മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സോ ഞാനത് എല്ലാ കറിയിലും ഞാൻ പ്രത്യേകിച്ച് ഇടാൻ ശ്രദ്ധിക്കും. അപ്പം നമ്മുടെ ഈ വെള്ളം ഏകദേശം ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ നമ്മുടെ കോവയ്ക്ക് ആഡ് ചെയ്യാം.
ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഏകദേശം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പം നമ്മൾ ഈ കോവയ്ക്ക് ആഡ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, മീഡിയം അല്ല നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചും കൂടെ ഞാൻ വെള്ളം ആഡ് ചെയ്യാണ്. നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതുകൂടാതെ നമ്മൾ ഓൾറെഡി ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ഈ കോവയ്ക്കയിലും കൂടെ കുറച്ചൊന്നൊരു ഉപ്പ് ആഡ് ചെയ്യണം. കോവയ്ക്കയിലും കൂടെ ഒന്ന് ഉപ്പ് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. ശേഷം നന്നായി സോട്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്നതൊരു ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കോവയ്ക്ക വേവിച്ചെടുക്കാം. അങ്ങനെ ചെയ്യണ സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്ക് ഒരുപാട് ഉടഞ്ഞു പോവില്ല, എന്നാൽ നമുക്ക് കടിക്കുന്ന സമയത്ത് ആ ഒരു കട്ടിയായിട്ടുള്ള ഒരു അങ്ങനെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലും ആവിയിൽ വേവിച്ചെടുക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെ സ്റ്റീം ചെയ്ത് നല്ല സിമ്മിലാക്കുകയാണ് ഞാനിപ്പം. എൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമാണ്, ഞാനത് നല്ല രീതിയിൽ സിമ്മിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കപ്പം ഏകദേശം ഈ ഒരു പരുവത്തിലായി കണ്ടോ. ഞാനപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ടാണ് ബാക്കി ഈ വെള്ളം മൊത്തം നമുക്ക് വറ്റിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ് ഞാൻ ഈ പരുവത്തിലാക്കിയത് കേട്ടോ. ഇട്ട് സോട്ട് ചെയ്യണം. ഞാൻ ഓയിലൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരുന്ന കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് കുറച്ച് ഓയിൽ ആഡ് ചെയ്യും. അപ്പം ഞാൻ കുറച്ച് വെള്ളം വറ്റി വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആക്കി ഞാനിവിടെ കുറച്ച് ഓയിലെല്ലാം ആഡ് ചെയ്തു. ഓയിൽ ആഡ് ചെയ്ത് ഞാൻ നല്ല രീതിയിൽ സോട്ട് ചെയ്തു. ഇപ്പം എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെ ഈ കുറച്ച് നേരം നമുക്ക് സിമ്മിലിട്ട് ഈ ഒരു എണ്ണയിലൊക്കെ കിടന്ന് ഈ കോവയ്ക്കെല്ലാം മൊരിഞ്ഞ് നമ്മുടെ ഉള്ളിയെല്ലാം ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ മൊരിഞ്ഞ് ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. നമുക്കിത് നല്ലൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈസി കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. നമ്മളിവിടെ എപ്പോഴും നമ്മൾ പറയാറുള്ളത് വെജിറ്റബിൾസ് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ക്രിസ്പിയാണ്. ഓക്കെ, നല്ല ഞാൻ ആവശ്യത്തിന് ഉപ്പും എല്ലാം കോവയ്ക്കയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓണിയൻ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ആ എണ്ണയിൽ കിടന്നിട്ടുള്ള ആ ഒരു ഫ്ലേവർ ഇതിൽ വരുന്ന സമയത്ത് ടേസ്റ്റ് അപാരം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യണം. ശേഷം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. And thank you so much for watching. Please do subscribe my channel.